ഹായ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയാണ്. പുട്ടിനും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. തേങ്ങയും അരക്കേണ്ട, തേങ്ങാപ്പാലും വേണ്ട. ഇത് എൻ്റെ 25 കൊല്ലമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്ന എൻ്റെ കിച്ചണാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ക്ലീൻ ചെയ്തിട്ട് അടുക്കളയാണ്. ഓരോ പ്രാവശ്യം കുക്ക് ചെയ്ത് കഴിയുമ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യും. കണ്ടു, സിങ്കൊക്കെ 25 കൊല്ലം മുമ്പുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ സിങ്കൊക്കെ. പിന്നെ ഇത് രാത്രി എടുക്കുന്നതുകൊണ്ടാണ് റിംഗ് ലൈറ്റിൻ്റെ ഷാഡോ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണ് ചെറുപയർ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ 1 കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കാണുന്ന റിംഗ് ലൈറ്റിൻ്റെ ഇമേജാണ് കേട്ടോ ബാക്കിൽ. അപ്പോൾ ഈ കുക്കറെന്ന് പറയുന്നത് ഹോക്കിൻസിൻ്റെ 1.5 ലിറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ചെറുപയർ, പരിപ്പ്, കടലയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഗ്യാസ് ലാഭിച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊരു മസ്റ്റ് ഹാവ് സാധനം തന്നെയാണ് കേട്ടോ, ചെറിയ കുക്കർ നമുക്ക് എപ്പോഴും. പിന്നെ ഇതിൽ തന്നെയാണ് ഞാൻ കോഴിമുട്ടയും പുഴുങ്ങാറുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1-2 ചെറിയ ഉള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി ഞാൻ അല്ലി എടുത്തിട്ടുള്ളൂ. എനിക്കത് വലിയ ഇഷ്ടമില്ല വെളുത്തുള്ളിയും ഉള്ളിയൊന്നും ചെറുപയർ കറിയിൽ ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ 1-2 ചെറിയ കഷ്ണം എടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിലിൽ തന്നെ ഈ കുക്കറിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെറുപയറൊക്കെ കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 2 ലിറ്ററിൻ്റെ കുക്കറും എനിക്കുണ്ട്. ഇത് രണ്ടും വെച്ച് തന്നെയാണ് ഞാനെല്ലാം കറികളും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത് കുക്കർ തുറന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ 3/4 ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ തട്ടിയപ്പോൾ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി ആ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഗരം മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഗരം മസാലയും ചേർക്കാവുന്നതാണ്, കൂടിപ്പോകരുത്. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുത്തു. ഇപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ പറയണം കേട്ടോ. കറിയൊക്കെ ചെറുപയർ കറി ഞാൻ തേങ്ങ അരച്ച ചെറുപയർ കറി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. ഇനി ഇതായി കരിവേപ്പിലയുടെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന മിൽമ പാലാണ്. ഞാൻ തണുപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽമ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടച്ച് വെക്കുവാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കറി തുറന്നെടുക്കുമ്പോൾ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു കറി തന്നെയാണ്, നല്ല കുറുകിയ കറി തന്നെയാണ്. അപ്പം നമുക്ക് പയറും പുട്ടും കൂടെ കഴിക്കാൻ പപ്പടം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ നിങ്ങൾ കറി ഉണ്ടാക്കുന്ന വിധം കൂടെ ഒന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.